ഏറ്റവും നല്ല PR ചെയ്തിരുന്ന ഒരു നേതാവാണ് ശ്രീ കെ കരുണാകരൻ എന്ന് ഞാൻ പറയും. എല്ലാ അർത്ഥത്തിലും ഏറ്റവും നന്നായി ചെയ്യാൻ അറിയാവുന്ന ഒരാളായിരുന്നു. ശ്രീ ഉമ്മൻചാണ്ടിയും അങ്ങനെ തന്നെയാണ്. അവരുടെ ചെയ്തിരുന്ന രീതികൾക്കൊക്കെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ ഞാൻ ഏറ്റവും അധികം പറയുക ശ്രീ കെ കരുണാകരനാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് ഈ നവമാധ്യമങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അത് ഏറ്റവും നല്ല രീതിയിൽ ചിലപ്പോൾ ഉപയോഗിച്ചേനെ. ഇന്നിപ്പോ നവമാധ്യമങ്ങളുണ്ട്, അതുകൊണ്ട് അതിന്റെ എല്ലാ സാധ്യതകളും ഇപ്പോ നവമാധ്യമങ്ങൾ കൊണ്ട് പുതിയ വന്ന ടെക്നോളജി കൊണ്ട് അതിന് വലിയ നെഗറ്റീവ്സും ഉണ്ട്, പോസിറ്റീവിനോടൊപ്പം വലിയ നെഗറ്റീവ്സും ഉണ്ടല്ലോ. ആരെയും എങ്ങനെയും ചിത്രീകരിക്കാം. ഇപ്പൊ നേരത്തെ ചോദിച്ചല്ലോ, ശ്രീ മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് ഇട്ടതിനെ കുറിച്ച് പറഞ്ഞല്ലോ, പുറത്താക്കിയെന്ന് പറഞ്ഞല്ലോ. അശ്ലീലമായ രീതിയിലുള്ള പോസ്റ്റുകളാണ് ഇടുന്നത്. നമ്മുടെ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് വിമർശിക്കാം, തീർച്ചയായിട്ടും വിമർശിക്കാം. പക്ഷെ അതിനുപരിയായിട്ട് അശ്ലീലമാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ അതിന് പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർ ചെയ്യുമ്പോൾ അതിനൊരു ശിക്ഷാ നടപടി വേണ്ടേ? അല്ലെങ്കിൽ എല്ലാവരും ചെയ്യാൻ തുടങ്ങുമല്ലോ.